നമസ്കാരം. എല്ലാവർക്കും അനന്തസായി പട്ടാഴി എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ചിലമ്പ് എന്ന സിനിമയിലെ KJ യേശുദാസ് സാറും ലതിക ചേച്ചിയും ചേർന്ന് പാടിയ താരും തളിരും എന്ന മലയാളം സിനിമാ ഗാനത്തിന്റെ തബല നോട്ട്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ആദ്യം തന്നെ ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ലെവലിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ പാട്ടിൽ വായിക്കുന്ന തബലയുടെ സ്കെയിൽ എന്ന് പറയുന്നത് C, ഒരു ഘട്ട ശ്രുതിയിലാണ് ഇപ്പോൾ തബല വായിക്കുന്നത്. നമുക്ക് നോട്ട്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ ലൈൻ എന്ന് പറയുന്നത് താരും തളിരും എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആ തളിരും എന്ന ഭാഗത്താണ് നോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ ആദ്യം വായിക്കേണ്ടത് ആ തളിരും എന്ന ഭാഗത്ത് നനത്തിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് തിട്ട് ധ തിട്ട് ധ നനത്തിട്ട് തിട്ട് ധ തിട്ട് ധ നനത്തിട്ട്. ആദ്യം നനത്തിട്ട് നനത്തിട്ട്, നെക്സ്റ്റ് ദിട്ട് ധ നനത്തിട്ട്. അവസാനം ഒരു നായും കൂടെ വായിച്ച് ഖാലി നാ കൂടെ വായിച്ച് നമുക്ക് ആ ഒരു ഫസ്റ്റ് സെൻസ് എൻഡ് ചെയ്യണം. അപ്പൊ ആദ്യം എന്ന് വായിച്ചാണ് നമുക്ക് ആ ഫസ്റ്റ് സെൻസ് എൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് BGM ആണ്. BGM നമുക്ക് ആ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ ധ ത ത ത ധിൻ ധ ത ത ത ത ധിൻ ധ ത ത ത ത ധിൻ ധ ത ത ത ത ധിൻ എന്ന് അവസാനം ഒരു ധായും കൂടെ വായിച്ചാണ് അവിടെ നിർത്തുന്നത്. എന്നിട്ട് അവസാനം ഒരു ധായും കൂടെ വായിച്ച് നമുക്ക് ആ BGM ഭാഗവും എൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ അടുത്ത സെക്കൻഡ് സ്റ്റാൻസയാണ്. അടുത്ത സെക്കൻഡ് സ്റ്റാൻസ ലൈൻ എന്ന് പറയുന്നത് പാതി മയക്കത്തിൽ എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാതി മയക്കത്തിൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരുമ്പോൾ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ മയക്കത്തിൽ എന്നുള്ള ഭാഗം വരുമ്പോൾ എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത നോട്ട് എന്ന് പറയുന്നത് ധിൻ ധിന്ന ധിൻ ധ ധിൻ ധിന്ന ധിൻ ധ ധിൻ ധിന്ന ധിൻ ധ. സ്ലോയിൽ നോക്കുകയാണെങ്കിൽ ധിൻ ധിന്ന ധിൻ ധ. എന്നാണ് ആ ഒരു നോട്ട് അങ്ങനെ കണ്ടിന്യൂസ് വായിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഒരു വേറൊരു ഭാഗം വരുമ്പോൾ ഈ നോട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അടുത്ത ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആ നെക്സ്റ്റ് ലൈനാണ് കാൽ തള കിലുങ്ങിയോ എന്നൊരു ലൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു എന്നൊരു ഭാഗം വരുമ്പോൾ അവിടെ ആദ്യം ധാ തിരികിട് എന്നൊരു നോട്ട് അവിടെ വായിക്കുന്നുണ്ട്. ധാ തിരികിട് മൂന്ന് ധാ തിരികിട് എന്നൊരു നോട്ട് അവിടെ വായിക്കുന്നുണ്ട്. പിന്നെയും വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ആ ലൈൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ന ഭാഗത്ത് പിന്നെയും അടുത്ത വായിക്കേണ്ടത് തിരികിടുധ. ഈ ധാ തിരികിട് എന്നത് വായിച്ചതിന്റെ റിവേഴ്സ് തിരികിടുത എന്ന നോട്ടാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്. അപ്പൊ ആദ്യം ധാ തിരികിടുധ എന്ന് വായിച്ചതിന് ശേഷം പിന്നെ വരുന്നിടത്ത് തിരികിടുധ എന്നാണ് ആ നോട്ട് പോകുന്നത്. ആ ഒരു ലൈൻ സ്റ്റാർട്ട് മനസ്സിലാക്കുക. ആ പാട്ടൊന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ ഒരു നാ എന്നൊരു ഭാഗം പാടുമ്പോൾ നമുക്ക് അവിടെ ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോൾ അതിന്റെ കൂടെ ധാ തിരികിട് എന്ന് വായിച്ചതിന് ശേഷം പിന്നീട് വരുമ്പോൾ തിരികിട് ധാ എന്നാണ് വായിക്കേണ്ടത്. അവസാനം നമുക്കൊരു തിഹായി വായിച്ച് അവസാനിക്കാൻ പറ്റും. ധാ ധ തിട്ട് ധ എന്നുള്ള തിഹായി വായിച്ച് എൻഡ് ചെയ്യുകയാണ്. തിഹായി വായിച്ച് നമുക്ക് ആ സെക്കൻഡ് സ്റ്റാൻസ എൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്റ്റാൻസ വായിച്ചതിന് ശേഷം പിന്നെ പല്ലവി ലൈൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് വായിച്ച് എൻഡ് ചെയ്യുന്നു.
നെക്സ്റ്റ് വരുന്ന അടുത്ത ബീജമാണ്. ആ ബീജം വരുമ്പോൾ ആ നോട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ബീജമിൽ കുറച്ച് ഭാഗത്ത് നമ്മൾ നോട്ട് വായിക്കുന്നുണ്ട്. ആ നോട്ടാണ് ദിൻ ധ ത ത ത, ദിൻ ധ ത ത ത, ദിൻ ധ ത ത ത. ആ പാട്ടൊന്ന് കേൾക്കുമ്പോൾ അറിയാം അത് എവിടെ വായിക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ധിൻ ധ ത ത ത എന്നാണ് ആ നോട്ട് പോകുന്നത്. അങ്ങനെ വായിച്ചൊരു അവസാനം ഒരു നായം കൂടെ വായിച്ച് ആ ഭാഗം എൻഡ് ചെയ്യുകയാണ്. അതിനുശേഷം തേർഡ് സ്റ്റാൻസയാണ് വരുന്നത്. തേർഡ് സ്റ്റാൻസ നമ്മൾ ഈ സെക്കൻഡ് സ്റ്റാൻസ പഠിച്ചോളെ തന്നെ തേർഡ് സ്റ്റാൻസയും വരുന്നു. നമ്മൾ ആ തേർഡ് സ്റ്റാൻസ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ധാ തിരികിട് ധാ തിരികിട് ധാ തിരികിട് തിരികിട് ധാ തിരികിട് ധാ തിരികിട് ധാ എന്നുള്ള ഭാഗത്ത് വേറൊരു ഇൻസ്ട്രുമെന്റ് ആണ് അവിടെ വായിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് തബലയും വായിക്കാം, പക്ഷെ വേറൊരു ഇൻസ്ട്രുമെന്റ് ആണ് പാട്ടിൽ വായിച്ചിരിക്കുന്നത്. അങ്ങനെ വായിച്ച് നമുക്ക് ആ തേർഡ് സ്റ്റാൻസയും എൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് പല്ലവി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ പാട്ട് എൻഡ് ചെയ്യാണ്. ലാസ്റ്റ് തിഹായിട്ട് പാട്ട് എൻഡ് ചെയ്യുമ്പോൾ ധാ ധ തെറ്റ് ധ ധാ ധ തെറ്റ് ധ എന്ന് നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു തിഹായി വായിച്ചാണ് നമുക്ക് ലാസ്റ്റ് എൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ പാട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ്. എന്താ പറയുക, വലിയ നോട്ടൊന്നും അല്ല. നമുക്ക് ആ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഒരു നോട്ട്സ് തന്നെയാണ് ഈ പാട്ടിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.